നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. വിദേശ രോഗികളുടെ 112 മില്യൺ പൗണ്ടിന്റെ ബില്ല് എഴുതിത്തള്ളി NHS ആശുപത്രികൾ. 2018 മുതൽ 2023 വരെയുള്ള കാലയളവിൽ NHSന്റെ വിവിധ ട്രസ്റ്റുകളുടെ കീഴിൽ ചികിത്സ തേടിയവരുടെ ബില്ലാണ് എഴുതിത്തള്ളിയത്. ബില്ല് ഈടാക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഇത്രയും വലിയ തുക വേണ്ടെന്ന് വയ്ക്കാൻ ട്രസ്റ്റുകൾ തീരുമാനിച്ചത്. അന്വേഷണത്തിൽ പല രോഗികൾക്കും ബില്ല് അടയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ തുക എഴുതിത്തള്ളാൻ ട്രസ്റ്റുകൾ തീരുമാനമെടുത്തത്. ബ്രിട്ടനിൽ സ്ഥിരതാമസക്കാരല്ലാത്ത എല്ലാവരുടെയും പക്കൽ നിന്നും അടിയന്തരമല്ലാത്ത എല്ലാ ചികിത്സയ്ക്കും പണം ഈടാക്കണമെന്നാണ് NHSന്റെ നിയമം. ഇത് ശരിയല്ലെന്ന് വാദിക്കുന്നവർ ഏറെയാണ്. ടൂറിസ്റ്റുകളായും ബിസിനസ് ആവശ്യങ്ങൾക്കായും മറ്റുമെത്തി ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ ചികിത്സ തേടുന്നവർ പണം അടയ്ക്കാതെ മടങ്ങുന്നത് സ്ഥിരം പരിപാടിയാണ്. പലരും ഇൻഷുറൻസ് നമ്പറും മറ്റും നൽകി മടങ്ങുമെങ്കിലും പണം ആവശ്യപ്പെടുന്ന ഘട്ടമെത്തുമ്പോൾ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. വിദേശ രാജ്യങ്ങളിലെ വിലാസത്തിൽ ബന്ധപ്പെടുമ്പോൾ പണം അയക്കാൻ നിവർത്തിയില്ലെന്ന് പറയുന്നവരും ഏറെയാണ്. ലണ്ടനിലെ പ്രധാനപ്പെട്ട 32 ആശുപത്രികളിൽ മാത്രം ഇത്തരത്തിലുള്ള 5 വർഷത്തെ ബില്ല് 223 മില്യൺ പൗണ്ടാണ്. ഇതിൽ 112 മില്യൺ പൗണ്ടാണ് തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയുമില്ലാത്തതിനാൽ എഴുതിത്തള്ളുന്നത്. വിദേശികൾക്ക് ബ്രിട്ടനിലെ എല്ലാ ആശുപത്രികളിലും അടിയന്തര ഘട്ടത്തിൽ ചികിത്സ സൗജന്യമാണ്. ഇതിനു പുറമെയുള്ള മറ്റ് ചികിത്സകൾക്ക് മാത്രമാണ് ട്രസ്റ്റുകൾ തുക ഈടാക്കുക. ഇത് NHSന്റെ സാധാരണ ചികിത്സാ ചെലവിനേക്കാൾ 50% കൂടുതലുമായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജും മറ്റും കണക്കുകൂട്ടിയാണ് ഇത്തരത്തിൽ 50% തുക അധികം ഈടാക്കുന്നത്. ചികിത്സ കഴിഞ്ഞ രോഗികൾ വിദേശത്തേക്ക് മടങ്ങിയാൽ പിന്നെ ഈ തുക പിരിച്ചെടുക്കുക ശ്രമകരമായ ദൗത്യമാണ്. ഇതും ബില്ല് കൂട്ടാൻ പ്രേരണയാകുന്നുണ്ട്. ഏറ്റവും വലിയ തുക എഴുതിത്തള്ളിയ റോയൽ ലണ്ടൻ, ന്യൂഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ, ബിബ് ക്രോസ് തുടങ്ങിയ ആശുപത്രികളടങ്ങിയ ബാഡ്സ് ഹെൽത്ത് ട്രസ്റ്റിന് കീഴിൽ ചികിത്സ തേടിയെത്തുന്ന വിദേശികളിലധികവും ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും അടങ്ങുന്ന സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ജനുവരി മുതൽ UK വിസയ്ക്കായി അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർക്ക് മിനിമം മെയിൻ്റനൻസ് ഫണ്ടിൽ 11% വർധനവ് നടപ്പിലാക്കും. 2025 ജനുവരി മുതൽ UKയിൽ പഠിക്കാനോ മൈഗ്രേറ്റ് ചെയ്യാനോ പദ്ധതിയിടുന്ന ഇന്ത്യക്കാർ നിലവിലെ ആവശ്യകതകളെ അപേക്ഷിച്ച് സാമ്പത്തിക കരുതൽ ധനത്തിൽ കുറഞ്ഞത് 11% കൂടുതൽ നിക്ഷേപം കാണിക്കേണ്ടതുണ്ട്. താമസ വ്യവസ്ഥയിൽ കുടിയേറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് പഠനം, തൊഴിൽ വിസ അപേക്ഷകർക്ക് UK ഗവൺമെന്റ് വർദ്ധിപ്പിച്ച സാമ്പത്തിക പരിധി പ്രഖ്യാപിച്ചു. UKയിൽ പഠിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ പുതിയ സാമ്പത്തിക തെളിവുകൾ വിശദീകരിക്കുന്ന അപ്ഡേറ്റ് ചെയ്ത മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ UK സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിലവിൽ 9 മാസം വരെയുള്ള ജീവിത ചെലവുകൾ വഹിക്കുന്നതിന് ആവശ്യമായ ഫണ്ടുകൾ വിദ്യാർത്ഥികൾ കാണിക്കണം. പഠന സ്ഥലത്തെ അടിസ്ഥാനമാക്കി ആവശ്യമായ തുക വ്യത്യാസപ്പെടാം. UKയിൽ ട്യൂഷനും ജീവിത ചെലവിനുമായി പ്രതിവർഷം 20 ലക്ഷം രൂപ ചെലവഴിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഈ മാറ്റം അധിക സാമ്പത്തിക വെല്ലുവിളികൾ നടത്തുന്നു. ഈലിംഗ് ആശുപത്രിയിൽ വൻ സുരക്ഷാ വീഴ്ച. പോലീസ് കസ്റ്റഡിയിലായിരുന്ന രോഗിക്ക് ഡോക്ടറായി വേഷമിട്ട ഒരു സ്ത്രീ കുത്തിവയ്പ് നൽകി. സംഭവത്തെ തുടർന്ന് ഈലിംഗ് ഹോസ്പിറ്റൽ നടത്തുന്ന ലണ്ടൻ നോർത്ത് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഹെൽത്ത് കെയർ NHS ട്രസ്റ്റ് സുരക്ഷാ ലംഘനം ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുത്തതായി പറഞ്ഞു. ഡോക്ടറാകുക എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായിരുന്നു ഇത്തരത്തിൽ രോഗിക്ക് കുത്തിവയ്പ് നൽകിയതെന്ന് ഐൽവർത്ത് ക്രൗൺ കോടതിയിൽ സ്ത്രീ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ആശുപത്രി അധികൃതർ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹീത്രൂ എയർപോർട്ടിന് സമീപം ഗ്രീൻ ബെൽറ്റിലുള്ള വൻ അനധികൃത കാർ പാർക്ക് പൊളിച്ചുമാറ്റും. ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് 10 മിനിറ്റിനുള്ളിൽ നൂറുകണക്കിന് കാറുകൾ പാർക്ക് ചെയ്യാൻ ഭൂമി ഉപയോഗിച്ചതിന് ഹില്ലിംഗ്ടൺ കൗൺസിലിന് ഹൈക്കോടതിയുടെ വിലക്ക്. ഗ്രീൻ ബെൽറ്റ് ഭൂമിയിൽ 300-ലധികം വാഹനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് അധികൃതർ ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത്. കാർ വിൽപ്പനയ്ക്കും വാണിജ്യ സംഭരണത്തിനുമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സൂക്ഷിക്കാനും സൈറ്റ് ഉപയോഗിച്ചിരുന്നു. ഫെബ്രുവരി 14 ഭൂമി ഒഴിപ്പിച്ച് പഴയ നിലയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്നും നിരോധനാജ്ഞ ലംഘിച്ചാൽ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ബാങ്ക് കറണ്ട് അക്കൗണ്ടിൽ 5001 പൗണ്ടോ അതിൽ കൂടുതലോ ഉള്ള UKയിലെ കുടുംബങ്ങൾക്ക് നഷ്ടമാകുന്നത് 1000-ഓളം പൗണ്ട്. UKയിലെ ബാങ്കുകളിൽ കറണ്ട് അക്കൗണ്ടിൽ 5001 പൗണ്ടിൽ കൂടുതൽ നിക്ഷേപമുള്ളവരുടെ എണ്ണം 13 മില്യനാണ്. അക്കൗണ്ടുകളിലെ നിക്ഷേപങ്ങളുടെ ശരാശരി കണക്കെടുത്താൽ ഓരോ അക്കൗണ്ടിലും 23,600 പൗണ്ടാണുള്ളത്. ഇത്രയും അധികം പണം കറണ്ട് അക്കൗണ്ടിൽ സൂക്ഷിച്ചാൽ നിക്ഷേപകർക്ക് സേവിങ്സ് ഇൻട്രസ്റ്റ് വഴി അനാവശ്യമായി പണം നഷ്ടമാകാൻ കാരണമാകും. യോർക്ക്ഷയർ ബിൽഡിംഗ് സൊസൈറ്റി ആൻഡ് CACIയുടെ പഠനപ്രകാരം ദശലക്ഷക്കണക്കിന് ബ്രിട്ടീഷുകാർ ഓരോ വർഷവും 1000 പൗണ്ടോളം ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. 5001 പൗണ്ടിൽ കൂടുതൽ തുക കറണ്ട് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളവർ അത് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് വഴി മാത്രം 1000-ൽ പരം പൗണ്ട് ഒരു വർഷത്തിൽ ലഭിക്കും. ഒരു ശരാശരി UK കുടുംബത്തിന് 1000 പൗണ്ടാണ് ഒരു ക്രിസ്മസ് ന്യൂ ഇയറിന് ചെലവാക്കാറുള്ളത്. ഈ ഒരു ചെലവ് കവർ ചെയ്യാൻ ഉള്ള തുക ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വഴി അനായാസം ചെയ്യാവുന്ന കാര്യമായിട്ടും 31 മില്യൺ ആളുകളാണ് ഇത് നഷ്ടമാക്കുന്നത്.
ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.